ഫാർമ എന്ന വെബ് സീരീസിൻ്റെ റൈറ്റർ ഡയറക്ടറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് നേരിട്ട് അറിഞ്ഞതുകൊണ്ടാണോ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ അല്ലെങ്കിൽ ഈ ഒരു കഥ എഴുതാൻ? തീർച്ചയായിട്ടും ഫാർമ എന്ന കഥ ലോകത്തോട് പറയേണ്ടതാണെന്നുള്ളൊരു കണ്ടീഷൻ എനിക്കുണ്ടായിരുന്നു. ഇത് ലോകം അറിയേണ്ടതാണ്. അതെ, ലോകത്തിലെ ഒരു വലിയ ജയന്റ്, ലോകം ഭരിക്കുന്ന ജയൻസ് ആണ് ഫാർമ. ഈ ഒരു ക്യാരക്ടർ നിവിൻ പോളിയോട് പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു ആക്ടർ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? എങ്ങനെയാണ് പുള്ളി അപ്രോച്ച് ചെയ്തത്? നിവിൻ എന്ന താരത്തെ എക്സൈറ്റ് ചെയ്യുന്ന എപ്പോഴും വ്യത്യസ്തമായ റോളുകളാണ്. ഇപ്പോൾ നിവിൻ ഒരുപാട് ബോയ് നെക്സ്റ്റ് ഡോർ ആയിട്ടുള്ള വളരെ കംഫർട്ട് സോണുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴും അതിൽ നിവിൻ സെലക്ട് ചെയ്തിട്ടുള്ള മുൻ വർഷങ്ങളിൽ വളരെ റിസ്കി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എനിക്ക് നിവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതാണ്. ശ്രുതി രാമചന്ദ്രൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് തന്നെ അറിയാം. ശ്രുതി എല്ലാവർക്കും ഇഷ്ടമാണ്. ലവ്ഡ് ബൈ ഓൾ ടാഗ് ഉള്ള ഒരാളാണ് ശ്രുതി രാമചന്ദ്രൻ. ശ്രുതിൻ്റെ അകത്ത് അഭിനയിക്കാൻ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് എല്ലാം പറഞ്ഞ് യെസ് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ശ്രുതിയുടെ ഗ്രാൻഡ് മദർ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, ജാനകിയെ പോലെ തന്നെ. ബിനു പപ്പുവിന്റെ ക്യാരക്ടർ ആണ്. ബിനു പപ്പുവിന്റെ ക്യാരക്ടറിനെ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഹൗ ഈസിലി ഈ ഗെറ്റ്സ് ഇൻ ടു ദ ക്യാരക്ടർ എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാനിത് എഴുതുവാണ് അല്ലെങ്കിൽ നാളെ പ്രേക്ഷകൻ ഇത് കാണുവാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന എപ്പോഴാണ് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനിക്കെതിരെ, പെർട്ടിക്കുലർ ഒരു വ്യക്തിക്കെതിരെ എഴുതുമ്പോഴല്ലേ. ഫാർമ ഒരിക്കലും അവർക്കെതിരെ ആർക്കും എതിരെയുമല്ല. ഫാർമ ഇവിടുത്തെ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ ലാഭക്കൊതിക്കെതിരെയാണ്.